ഹലോ ടീച്ചേഴ്സ്, ഗുഡ് ഈവനിങ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന നമ്മുടെ പേപ്പറിലേക്ക്, അതിന്റെ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ടീച്ചിങ് പ്രൊഫഷൻ, നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ്, അതൊക്കെ നമുക്ക് ടീച്ചിങ് പ്രൊഫഷൻ നമുക്ക് കിട്ടാനും ലേണിംഗ് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കൊടുക്കാനും പറ്റണം. സോ ടീച്ചിങ്ങിനെ സയന്റിഫിക് ആയിട്ട് എങ്ങനെ നേരിടാം, ലേണിങ്ങിനെ എങ്ങനെയാണ് കുട്ടികൾക്ക് യൂസ്ഫുൾ ആക്കി മാറ്റാൻ പറ്റുക, സോ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമുക്ക് പറ്റട്ടെ. അതിനുള്ള ഒരു ക്ലാസ്സസ് ആവട്ടെ ഈ ഒരു ക്ലാസ്സസ് എന്ന് വിഷ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സെഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സ്ക്രീന് ഷെയർ ചെയ്തത് കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ സൗണ്ട് അഥവാ വോയിസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. വെൽക്കം കാണുന്നുണ്ടോ സ്ക്രീനിൽ? കാണുന്നുണ്ട്, എല്ലാം ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. സൗണ്ട് ക്ലിയർ ആണോ? Yes, sir, clear. Okay. Okay, let's go through the topic which we covered in the last class. That means our first class. അല്ലേ, ലാസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഒന്ന് തന്നെയാണ്. സോ നമ്മൾ ആദ്യം പഠിച്ചത് ടീച്ചിങ് ആൻഡ് ലേണിംഗ്, അഥവാ ലേണിംഗ് ആൻഡ് ടീച്ചിങ് എന്നുള്ളതും കൂടി അതിൽ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആൻഡ് ദെയർ നാച്ചർ, ഇതാണ് യൂണിറ്റിന്റെ പേര്. ടീച്ചിങ്ങും ലേണിംഗും എന്ത്, അതിന്റെ ഒരു സ്വഭാവം എന്ത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ത്രൂ പഠിക്കാൻ പോണത്. സോ വി സ്റ്റഡീഡ് വാട്ട് ഈസ് ലേണിംഗ്. സോ ലേണിംഗിന്റെ മീനിങ് എന്താ എന്ന് ആദ്യം പഠിച്ചു. ദെൻ വി ആർ ഏബിൾ ടു ഡിഫൈൻ വാട്ട് ഈസ് ലേണിംഗ് ആൻഡ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് എലമെന്റ്സ് ഓഫ് ലേണിംഗ്. 2-3 എലമെന്റ്സ് പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് വലിയ വലിയ എലമെന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഇന്ത്യൻ റൈറ്റേഴ്സ് എലമെന്റ്സ് ആണെന്ന് തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ എറോണിയസ്ലി മെൻഷൻഡ് പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞത്. ആൻഡ് വാട്ട് ഈസ് ദ നാച്ചർ ഓഫ് ലേണിംഗ്, എങ്ങനെയായിരിക്കും ഒരു പഠന പ്രവർത്തനം ഉണ്ടാവുക, അതിന്റെ സ്വഭാവം എന്താണ്. ദെൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ്, പഠനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്. ഒരു 14 ഘടകങ്ങളുണ്ട്. നിർബന്ധമായിട്ടും ഒരു 10 ഘടകങ്ങളെങ്കിലും നമുക്ക് ബൈഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, കാരണം ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഒക്കെ എഴുതാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ഇത് പറഞ്ഞിട്ടുണ്ടോ? ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് പറഞ്ഞോ? പറഞ്ഞോ? ഓക്കെ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ് എന്നുള്ളതാണ് ലാസ്റ്റ് പറഞ്ഞു വെച്ചത് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് എന്നുള്ളതാണ്. ലേണിംഗിന്റെ, പഠനത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങള്, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്. സോ ഇതില് ഒരു 8-10 പോയിന്റ്സ് നമുക്ക് ഇതില് പഠിക്കാനുണ്ട്. സോ നിങ്ങൾക്ക് സ്ക്രീനിലെ പോയിന്റ്സ് കാണാൻ പറ്റും. അതിനെ ഷോർട്ടാക്കി നിങ്ങളുടെ ആ ഒരു പഠനത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പം നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ലേണിംഗ് ആണ്. ഇത് കഴിഞ്ഞാൽ ഇനി ടീച്ചിങ്ങിലേക്ക് പോവാനുണ്ട്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. സോ എന്താണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്? സോ ഫസ്റ്റ് പോയിന്റ് ഫോം ഓഫ് ഗ്രോത്ത് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ഒരു ലേണിങ്ങിലൂടെ നമ്മുടെ മെന്റൽ കപ്പാസിറ്റി, നമ്മുടെ തോട്ട് പ്രോസസ്, ആരെങ്കിലും ഇതിന് പറയുന്നുണ്ടോ? ആരോ മ്യൂട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. ഓക്കെ, തോട്ട് പ്രോസസ്, നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഇങ്ങനെ ഒരുപാട് മേഖലകൾ ഗ്രോത്ത് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്നതായിരിക്കണം ലേണിംഗ്. സോ ലേണിംഗ് ത്രൂ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ തോട്ട്, നമ്മുടെ മെന്റൽ എബിലിറ്റി, അങ്ങനെ കുറെ മേഖലകൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്, ഗ്രോത്ത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, അഡ്ജസ്റ്റ്മെന്റ് ടു വൺസ് എൻവയോൺമെന്റ് ആണ്. നമുക്കറിയാം, നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയ ഒരാളും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരാളും, അല്ലെങ്കിൽ ലേണിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളും ലേണിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളും. എക്സ്പീരിയൻസ് മീൻസ് ഒരുപാട് നോളജ് അല്ലെങ്കിൽ ബിഹേവിയർ അല്ലെങ്കിൽ തോട്ട്സ്, ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം പഠിച്ച ഒരാളും പഠിക്കാത്ത ഒരാളും. ഈ രണ്ടാളും തമ്മിലൊരു ഈ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് അഥവാ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി, ഞാൻ വിചാരിക്കുന്നതാണ് ശരി, എൻ്റെ സെന്റൻസുകൾ മാത്രമാണ് ശരി എന്നുള്ള ആ ഒരു ചിന്തയിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ എഡ്യൂക്കേറ്റഡ് ആയ ഒരാളെ സംബന്ധിച്ച് ഒരു ടോപ്പിക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ട്, അതല്ലെങ്കിൽ ഒരു മാറ്റർ ഉണ്ടെങ്കിൽ അവിടെ
നമ്മുടെ പെർസ്പെക്റ്റീവ് മാത്രമല്ല, സെക്കൻഡ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ അതേഴ്സ് പെർസ്പെക്റ്റീവ് കൂടി പരിഗണിക്കും എന്നുള്ളതാണ്. സോ അഡ്ജസ്റ്റ് ടു ദ വൺസ് ബിഹേവ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു സന്ദർഭത്തിലേക്ക് ചെന്നാൽ അവിടെയും അവരുടെ സംസാരങ്ങളും അവരുടെ കൾച്ചർ, അവരുടെ ബിഹേവിയർ, അവരുടെ സോഷ്യൽ ആൻഡ് ലിവിങ് ആൻഡ് എവറിത്തിങ് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും തയ്യാറാകും എന്നുള്ളതാണ്. സോ ദർ ആർ ടു ടേംസ്, അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു എന്ന് അതിന്റെ ഒരു ഓർമ്മ ചെയ്തില്ലേ? അഡ്ജസ്റ്റ്മെന്റും അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മൾ ഡിഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അഡ്ജസ്റ്റ്മെന്റ് വേഴ്സസ് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇല്ല, നിങ്ങൾക്ക് അറിയോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്? എന്താണ് തമ്മിലുള്ള ഡിഫറൻസ്? ആരെങ്കിലും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അഡ്ജസ്റ്റ്മെന്റും അണ്ടർസ്റ്റാൻഡിങ്ങും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ഉണ്ട്, ഞാൻ പറയൂല. അങ്ങനെയാണോ? അല്ല, അഡ്ജസ്റ്റ്മെന്റില് നമ്മൾ ഹാപ്പി അല്ലാണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ. അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ ഭയങ്കരമായി ഹാപ്പി ആയിരിക്കും. തറവലി ഒരു ഫുള്ളി അതിൽ ആയിട്ടായിരിക്കും. അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുമ്പോ ഒരു എക്സാമ്പിൾ നിങ്ങൾ മാരീഡ് ആണോ? തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഒരു ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പാർട്ണറാണ് കൂടെ സങ്കല്പിക്കുക. അപ്പം ആ പാർട്ണറെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണോ അണ്ടർസ്റ്റാൻഡ് ചെയ്യണോ? അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുമോ? കിട്ടും. നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായി ഹീറ്റ് ആകുന്നു അഥവാ ചൂടാകുന്നു, അപ്പൊ നിങ്ങൾ ഭയങ്കര സന്തോഷം ചിരിക്കും? ഇല്ല, പോയില്ല. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? പോയിന്റുണ്ടോ? നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. മറ്റെന്തെങ്കിലും ഈ ക്ലാസ്സിൽ 35 പേരുണ്ട്, 33, 34 പേരുണ്ട്. എന്തെങ്കിലും സർ, അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് പോസിബിൾ അല്ലേ? SSLCന്റെ റിസൾട്ട് ആയിട്ട് A+ ഇടുന്ന വരിക? അങ്ങനെയല്ല, നമുക്കൊരു ഇപ്പൊ സാറ് പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡ് ലൈക്ക് പാർട്ട്ണർ വി ക്യാൻ സേ. അപ്പൊ പാർട്ട്ണറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ വി ക്യാൻ അഡ്ജസ്റ്റ് വിത്ത് ദാറ്റ് ലൈഫ്. അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെ? അപ്പോ there is no adjustment without understanding. അവിടെയാണ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് സന്തോഷം തരില്ല എന്നൊരു പോയിന്റ് പറഞ്ഞില്ലായിരുന്നു. നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഇസ് ക്വൈറ്റ് ഈസി. അത് രണ്ടും അപ്പോ ഒരുമിച്ച് വരുള്ളൂ? അങ്ങനെ നിർബന്ധമായിട്ടല്ല, താങ്ക് യു, ഗുഡ്. റെസ്പോണ്ട് ചെയ്തല്ലോ, അത് വേണ്ടേ? ഞാൻ നിങ്ങൾ പോയിന്റിനെ ക്രോസ് ചെയ്യും. അത് നിങ്ങൾക്ക് എത്രത്തോളം ആധികാരികമായിട്ട് പറയാൻ പറ്റും നോക്കാനാട്ടോ. എന്തെങ്കിലും പോയിന്റ് പറയുമ്പോ ഇയാൾ എന്താ അങ്ങനെ എതിർക്കണേ എന്നുള്ള ചിന്ത വരരുത്. റൈറ്റ്? ഓക്കെ സർ. ഓക്കെ, എന്റെ പോയിന്റിന് നിങ്ങൾക്ക് ക്രോസ് ചെയ്യാം, നോ പ്രോബ്ലം. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താന്ന് പറയാം. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒരുപാട് സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നില്ല. സോ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് ടെമ്പററി ആണ്. അഥവാ എന്നോട് എൻ്റെ പാർട്ട്ണർ ചൂടായി, ഞാനത് അറിയിക്കുന്നില്ല, പക്ഷെ നിവൃത്തികേടുകൊണ്ട് അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ സ്വഭാവം എനിക്ക് മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് കുറെ കരഞ്ഞിട്ടാണെങ്കിലും കുറച്ചു നേരം മാറി നിന്നിട്ടാണെങ്കിലും കുറെ മിണ്ടാന്നിട്ടാണെങ്കിലും ജീവിതമല്ലേ കൊളാക്കണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകലാണ് അഡ്ജസ്റ്റ്മെന്റ്. അണ്ടർസ്റ്റാൻഡിങ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. ദാറ്റ് ഈസ് എ പെർമനന്റ് സൊല്യൂഷൻ. നമ്മൾ മനസ്സിലാക്കുകയാണ് മൈ പാർട്ട്ണർ ഈസ് എൻ ആംഗ്രി പേഴ്സൺ, ഇറ്റ്സ് ഹർ ബിഹേവിയർ, ഹി കാൺ ചേഞ്ച് ഇറ്റ്, ഹി ട്രൈ ടു ചേഞ്ച് ബട്ട് ഹി കാൺട്ട്. അദ്ദേഹം ഒരുപാട് ശ്രമിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് പറ്റുന്നില്ല. അതൊരിക്കലും അദ്ദേഹം എന്നോടുള്ള ദേഷ്യം കാണിക്കുന്നതല്ല, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. സോ അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനോട് നമ്മൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സന്തോഷം ഇല്ലെങ്കിലും സങ്കടം കുറക്കാൻ പറ്റും. ഓക്കെ, സോ ഇഫ് ദർ ഈസ് എനി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ
ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. ഓക്കെ, നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മളെ ലൈഫിലാണെങ്കിലും പ്രൊഫഷണലാണെങ്കിലും ഒക്കെ നമുക്കൊരു ഇഷ്യൂ വന്നാൽ, ഒരു പ്രോബ്ലം വന്നാൽ അതിന് പ്രധാനമായിട്ടും 2 സൊല്യൂഷൻസ് ആണ്. ആരെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? 2 സൊല്യൂഷൻസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കുറെ സൊല്യൂഷൻസ് ഉണ്ട് കേട്ടോ, പക്ഷെ കോമൺ ആയിട്ട് നമുക്ക് ഈ 2 ഒന്ന് ചെയ്താൽ മതി എന്നാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹലോ. നോ സർ, അറിയില്ല. ഓക്കെ, ഫസ്റ്റ് വൺ, ചേഞ്ച് ദ സിറ്റുവേഷൻ ഇഫ് യു ക്യാൻ. ഇപ്പം ഭയങ്കര അനാവശ്യമായി ചീത്ത പറയുന്ന പ്രിൻസിപ്പാൾ ഒരു സ്കൂളുണ്ട്. അപ്പൊ നമുക്ക് ആ സ്കൂൾ വർക്ക് ചെയ്യണം. നമ്മൾ അനാവശ്യമായിട്ട് ഷൗട്ട് ചെയ്യാണ്, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ ചീത്ത പറയാണ്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ സ്കൂളിൽ നിന്ന് ലീവ് ചെയ്യാം. ചേഞ്ചിങ് ദ സിറ്റുവേഷൻ. നമ്മളെ ആ ഒരു പ്രിൻസിപ്പാളെ കൊണ്ട് നമ്മുടെ സമാധാനം പോയി, നമ്മുടെ കോൺസെൻട്രേഷൻ പോയി, സന്തോഷം പോയി എന്നുള്ള അവസ്ഥയാണെങ്കിൽ ചേഞ്ച് ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ നമ്മൾ മാറിപ്പോവാ, അവരെന്തോ ആവട്ടെ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. പക്ഷെ നമുക്ക് ജോലി നിർബന്ധമാണ്, വേറെ ജോലി കിട്ടാനില്ല, എന്നാൽ എനിക്ക് അവിടെ പോകാനും കഴിയില്ല എന്നുള്ളതാണെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ എന്നുള്ളതാണ് രണ്ടാമത്തേത്. എന്താ പറയുക, പ്രിൻസിപ്പൽ ചൂടാകും, അദ്ദേഹത്തിന്റെ സ്വഭാവമാണത്, അദ്ദേഹത്തിന്റെ ഒരു കുറവാണത്, അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ പ്രിൻസിപ്പൽ മോശമായി എന്നുള്ളതുകൊണ്ട് ഞാൻ എന്തിനു ജോലി രാജിവെക്കണം? പ്രിൻസിപ്പൽ ചൂടായി എന്നുള്ളതുകൊണ്ട് ഞാൻ എന്തിനു പേടിക്കണം? എന്റെ ഭാഗത്ത് തെറ്റണെങ്കിൽ ഞാൻ പേടിച്ചാൽ മതി. അല്ലെങ്കിൽ അതിന് ഞാൻ വെറും ഒരു സൗണ്ട് ആയി മാറ്റും, അല്ലെങ്കിൽ ഞാൻ വെറും അതിനെ എന്താ പറയാ, കോമൺ സെൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഫൂളിഷ് ഷൗട്ടായിട്ട് ഞാൻ അതിനെ പരിഗണിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ മൈൻഡിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ നമ്മൾ ചെല്ലുന്നു, പ്രിൻസിപ്പൽ ചൂടാകുന്നു, നമ്മൾ വിചാരിക്കുന്നു ഇറ്റ് ഇസ് നോട്ട് മൈ മിസ്റ്റേക്ക്, ഹി ഈസ് നോട്ട് ഗുഡ്, അല്ലെ, അദ്ദേഹത്തിന്റെ സ്വഭാവ വൈകല്യമാണ്, സോ ഇറ്റ് ഡസന്റ് മാറ്റർ, അതിനെ ബാധിക്കുന്നില്ല. നമ്മൾ വളരെ സമാധാനത്തോടു കൂടി ക്ലാസ്സിലേക്ക് പോകുന്നു. റൈറ്റ്. സോ ഹിയർ വി അണ്ടർസ്റ്റുഡ് ദ സിറ്റുവേഷൻ. മനസ്സിലായോ? Yes, sir. Okay, it is a message to your life. Okay, നമ്മൾ എന്നും പരാതി പറയുന്ന ആളുകളല്ലേ, എന്നും സങ്കടപ്പെടുന്ന ആളുകളല്ലേ, അതില്ല ഇതില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട്, അവിടെ അങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണെന്ന് ഒരുപാട് പരാതി പറയുന്ന ആളുകളുടെ ഫസ്റ്റ് നെഗറ്റീവ് എന്ന് വെച്ചാല് എന്താണ്? ദേ കുഡിന്റ് അണ്ടർസ്റ്റാൻഡ് ദെയർ സിറ്റുവേഷൻ എന്നാണ്. ഓക്കെ, എല്ലാ കുറവുകളെ കുറിച്ച് പറയുന്ന ആളുകളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്: യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, സേ കോപ്പ് അപ്പ് ഓർ അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. സോ തേർഡ് പോയിന്റ് ഓർഗനൈസിങ് എക്സ്പീരിയൻസ് ആണ്. അഥവാ നല്ലൊരു ലേണിംഗ് ഉണ്ടെങ്കിൽ നമ്മളോട് ഒരുപാട് എക്സ്പീരിയൻസസ് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? ടീച്ചർ ഈസ് ദ ഫെസിലിറ്റേറ്റർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞില്ലേ, ടീച്ചർ ഈസ് ദ ഫെസിലിറ്റേറ്റർ. ടീച്ചർ ഹാസ് ടു ഓർഗനൈസ് എക്സ്പീരിയൻസസ്. ഓക്കെ, ദെൻ പേർപ്പസ്ഫുൾ ആണ്. നമ്മുടെ ലേണിംഗ് എന്ന് പറഞ്ഞാല് നിർബന്ധമായിട്ടും അതിനൊരു പേർപ്പസ് ഉണ്ട്. ഈ ടീച്ചിങ് ആൻഡ് ലേണിംഗിന്റെ ഒക്കെ പർപ്പസ് എന്താ ശരിക്കും? പർപ്പസ് മീൻസ് ഇപ്പൊ നമ്മൾ ഓരോ പാഠം പഠിക്കുമ്പോഴും അതിനെന്തുണ്ട്? കൃത്യമായ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതൊക്കെ അറിയോ? ആ വാക്ക് കിട്ടണോ? ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലേണിംഗ് എയിംസ് കിട്ടണോ? ഉണ്ട്. ഓരോരോ ദിവസവും ക്ലാസ് എടുക്കാന്, ഓരോ എന്താ പറയാ, ഓരോ കോണ്ടന്റ് ക്ലാസ് എടുക്കാനും, ഓരോ ടോപ്പിക് പഠിപ്പിക്കാനും കൃത്യമായ ലേണിംഗ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കം എന്നുള്ളൊരു സാധനമുണ്ട്. അതൊക്കെ നമ്മൾ ഇത് വരുമ്പോൾ പറയും കേട്ടോ, ഒരു ക്ലാസ്സുകൾ പറയും. ദെൻ ഇറ്റ് ഇസ് എൻ ഇന്റലിജന്റ് ആക്ട്. അഥവാ ലേണിംഗ് ഈസ് എൻ ഇന്റലിജന്റ് ആക്ട്, അല്ലെ? കാരണം IQ കൂടിയ ആളുകൾക്കാണ് ലേണിങ്ങിന് കൂടുതലായിട്ട് പറ്റുക. എന്താണ് IQ? ഇന്റലിജൻസ് കോഷ്യന്റ്. ഓക്കെ, ഇന്റലിജന്റ് കോഷ്യന്റ്. സോ ഇന്റലിജന്റ് കോഷ്യന്റ് കൂടിയ ആളുകൾ അഥവാ ബുദ്ധി കഴിവ് അല്ലെങ്കിൽ ബുദ്ധി അത് കൂടിയ ആളുകൾക്കാണ് ലേണിംഗിൽ കൂടുതൽ പെർഫോം ചെയ്യാൻ കഴിയുക. വി നോ ദാറ്റ്. ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ സ്റ്റുഡൻസ് ആണ് നെക്സ്റ്റ് പോയിന്റ്. അതുപോലെ ലേണിംഗിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായി ഇൻവോൾവ് ചെയ്യേണ്ട ഒരാള് എന്ന് പറയുന്നത് ലേണറാണ്. ഓക്കെ, നമ്മളെ ക്ലാസ് റൂമിലൊക്കെ പോയിട്ട് നിങ്ങൾ കുറെ ടീച്ചേഴ്സ് ഇതിലുണ്ടല്ലോ. സോ ടീച്ചർ നിങ്ങളുടെ ക്ലാസ് പുറത്തുനിന്ന് ഒരാൾ ഇങ്ങനെ കേൾക്കുകയാണെങ്കിൽ, സപ്പോസ് നിങ്ങളുടെ ക്ലാസ് പുറമേ നിന്നൊരാൾ കേൾക്കുകയാണെങ്കിൽ അവിടെ കുട്ടികളുടെ ശബ്ദമായിരിക്കോ നിങ്ങളുടെ, അഥവാ ആസ് എ ടീച്ചർ നിങ്ങളുടെ ശബ്ദമായിരിക്കോ കൂടുതൽ കേൾക്കാനുള്ള സാധ്യത? ആരായിരിക്കും കൂടുതൽ ക്ലാസ്സിൽ സംസാരിക്കുന്നത്? ടീച്ചർ. അപ്പൊ നമ്മൾ പറയേണ്ടി വരും അവിടെ ടീച്ചറാണ് ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് എന്ന് പറയേണ്ടി വരും. മനസ്സിലായോ? ആക്ച്വലി
കൺസ്ട്രക്റ്റീവ്സും ക്ലാസ് റൂമില് അതല്ലെങ്കിൽ സ്റ്റുഡന്റ് ഓറിയന്റഡ് ക്ലാസ് റൂമില് സ്റ്റുഡൻസ് ആണ് ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ആവേണ്ടത്. സ്റ്റുഡൻസിന്റെ സംസാരമാണ് കൂടുതൽ വരേണ്ടത്. ടീച്ചർ ഈസ് ഓൺലി എ സ്റ്റേജ് സെറ്റർ ആൻഡ് ഫെസിലിറ്റേറ്റർ, റൈറ്റ്? അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ക്ലാസ്സിൽ കുട്ടികൾ ഒരുപാട് സംസാരിക്കുന്ന, ദാറ്റ് മീൻസ് അലമ്പാക്കുന്നല്ല, കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുകയും ടീച്ചർ ചോദ്യങ്ങൾക്ക് കുട്ടികൾ ഉത്തരം പറയുകയും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും പരസ്പരം അവരെ ഡിസ്കസ് ചെയ്യുകയും ഡിബേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ക്ലാസ് റൂമിലാണ് ലേണിംഗ് നടക്കുക. അവിടെയാണ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ സ്റ്റുഡൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും, നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ സ്റ്റുഡൻസ്. ചെയ്യോ? Yes, sir. അങ്ങനെ ചെയ്ത സിലബസ് തീരുമോ? ഓക്കെ, അതെന്താ നമ്മൾ ടീച്ചിങ് പ്രോസസ്, ടീച്ചിങ് ടെക്നിക് ആൻഡ് ടീച്ചിങ് സ്ട്രാറ്റജി ഈ രൂപത്തിലേക്ക് മാറ്റിയാൽ മതി. നമ്മളെപ്പോഴും ബിഹേവിയറിസവും ലെക്ചറിങ്ങും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുക. അല്ലാതെ ഒരു ഡിസ്കഷനും ഡിബേറ്റും ലാസ്റ്റ് ടീച്ചറുടെ കൺക്ലൂഷൻ, ഒരു സമ്മപ്പ്, ഒരു കൺക്ലൂഷൻ അതൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ഒക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ദെൻ ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ എന്നാണ്. ലേണിംഗ് ഈസ് ആൻ ഇൻഡിവിജ്വൽ പ്രോസസ്, ലേണിംഗ് ഈസ് എ സോഷ്യൽ പ്രോസസ് എന്നുള്ളതാണ്, അല്ലെ? നമ്മൾ ഓരോരുത്തരും സ്വന്തമായി പഠിക്കുന്നു, സമൂഹത്തിന്റെ സപ്പോർട്ടോട് കൂടി പഠിക്കുന്നു, അതല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് പഠിക്കുന്നു എന്നുള്ളതാണ്, റൈറ്റ്? ദെൻ ഇപ്പോഴത്തെ നമ്മളല്ലേ സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് ആണ് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അഥവാ കുട്ടികൾ സമൂഹത്തിൽ നിന്ന് പഠിക്കട്ടെ എന്നുള്ളതാണ് ഇന്നത്തെ പഠന രീതി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കനോട്ട് ബി ഫോഴ്സ്ഡ്, ഇല്ലേ? നമുക്ക് ഒരാളെയും, ഈ ലോകത്ത് ഒരാളെയും നിർബന്ധിച്ച് പഠിപ്പിക്കാൻ കഴിയില്ല. നിർബന്ധിച്ച് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റും, നിർബന്ധിച്ച് പുസ്തകം എടുക്കാൻ പറ്റും, നിർബന്ധിച്ച് എഴുതിപ്പിക്കാൻ പറ്റും, ബട്ട് കമ്പൽ ഇതുകൊണ്ട്, ഫോഴ്സ് ഇതുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റൂല. Am I right or not? Right, sir. Okay, thank you. Okay, then takes place when interact with society. അഥവാ ലേണിംഗ് ടേക്ക് പ്ലേസ്. എവിടെയാണ് പഠനം നടക്കുന്നത്? ഒരു കുട്ടി, എ സ്റ്റുഡന്റ് ഇന്ററാക്ട്സ് വിത്ത് സൊസൈറ്റി, സമൂഹവുമായി. എന്താണ് സമൂഹം? ഈ സമൂഹം എന്നൊരു സാധനത്തിനെ നമുക്ക് കിട്ടുമോ? വാട്ട് ഈസ് സമൂഹം? Public. പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്ത്? അഥവാ കുട്ടിയുടെ പഠനം നടക്കുന്നത് സമൂഹവുമായി ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സമൂഹം? എങ്ങനെയാണ് നമുക്ക് കുട്ടിയെ പല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അതൊരു ലേണിംഗ് അല്ലേ? അല്ല, സമൂഹം എന്നുള്ള സാധനം എവിടെ കിട്ടുക? ഒരുപാട് കുട്ടികൾ ചേരുമ്പോ അല്ലെങ്കിൽ ഒരുപാട് വലിയ ആൾക്കാർ ചേരുമ്പോ അതാണ് സമൂഹം. ഈ ഒരുപാട് കുട്ടികൾ ചേരുമ്പോ എന്നൊക്കെ പറഞ്ഞാൽ പുതിയ ആളാണല്ലോ. ആളെ പേരെന്താ? അതില. ആ, അതില. ഓക്കെ, അതിലൊരു മുമ്പ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇടക്ക് വരുന്ന എന്തെങ്കിലുമൊക്കെ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പറയണുണ്ടോ? ഓക്കെ, താങ്ക് യു. സോ എങ്ങനെ അറിയോ സമൂഹം എന്ന് പറഞ്ഞാൽ ആരാണ്? സമൂഹം എന്ന് പറഞ്ഞാല് വീട്ടിലുള്ള ആളുകൾ സമൂഹമാണ്, അല്ലെ? അയൽവാസികൾ സമൂഹമാണ്, പ്രകൃതിയിലുള്ള ജീവികൾ അല്ലെങ്കിൽ അതുമായി ഒക്കെ സമൂഹമാണ്. സ്കൂളിലാണെങ്കിൽ നമ്മുടെ എന്താ പറയാ ക്ലാസ്മേറ്റ്സ്, അല്ലെ? അവർ സമൂഹമാണ്. നെയ്ബർ, അപ്പുറത്തുള്ള ക്ലാസ്സിലെ കുട്ടികൾ സമൂഹമാണ്. ടീച്ചേഴ്സ്, ഡ്രൈവേഴ്സ്, നമ്മളെ കുക്കുമാര് എല്ലാം സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്, അല്ലെ? ചുറ്റുമുള്ള ജീവികള് അതെല്ലാം സാമൂഹികമായിട്ടുള്ള ജീവികളാണ്. സോ ഇവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാനും അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കുട്ടികൾക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്, റൈറ്റ്? ദെൻ ബ്രിങ് ചേഞ്ച് ഇൻ ബിഹേവിയർ. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ പോയിന്റാണ്, അല്ലെ? ലേണിംഗിന്റെ പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞാല് പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ എന്നുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. ആൻഡ് ഇറ്റ് ഇസ് എ ഹോൾ, ഒരു ഹോളിസ്റ്റിക് ചേഞ്ച് ആണ് വേണ്ടത്, അല്ലെ? ഒരു കുട്ടിക്ക് നന്നായിട്ട് വായിക്കാനും അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പഠിക്കാനും കഴിഞ്ഞു, നല്ല മാർക്ക് ഉണ്ട്. പക്ഷെ 5 പൈസക്ക് ഒരാളോട് ബിഹേവ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരാളെ ട്രീറ്റ് ചെയ്യേണ്ടത് അറിയില്ല, മുതിർന്നവളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ പോയാൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള ഒരാള് ലേണിംഗ് നടന്നു, ഒരാളിൽ ലേണിംഗ് നടന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല സർ, ഒരിക്കലും പറ്റില്ല. അവിടെയാണ് നമ്മുടെ പരാജയം കിടക്കുന്നത്. നിങ്ങൾ ആലോചിച്ചോക്കണേ, നമ്മുടെ സമൂഹത്തില് ഭയങ്കര ഇന്റലിജന്റ് ആയ ആളുകള്, ഭയങ്കര ഹൈ പ്രൊഫഷണൽ ആളുകള്, അവര് കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കുമോ? അവര് സോഷ്യൽ ആയിരിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പൊതുവെ അല്ലെ, അവരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂല, അവരെന്തോ വലിയ സ്റ്റാൻഡേർഡിലാണ്, അവരോട് നമ്മൾ മിണ്ടാൻ പാടില്ല, അങ്ങനെ ഒരു ഇതല്ലേ, ഒരു കോൺസെപ്റ്റ് അല്ലേ സമൂഹത്തിലുള്ളത്? ശരിക്കും നമ്മുടെ നോളജ്
ഒരാൾക്ക് ശരിക്കും യഥാർത്ഥത്തിൽ ഒരാളുടെ നോളജ് ഭയങ്കര നോളജബിൾ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ലിംഗ്വിസ്റ്റ് ആണ് എന്ന് തോന്നൽ എപ്പോഴാണ് അറിയോ? ശരിക്കും എപ്പോഴാണ് തോന്നേണ്ടത് അറിയോ? അദ്ദേഹം വിനയം അഥവാ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര വിനയമുള്ള, ഭയങ്കര ഒരു ഗുഡ് മാനേഴ്സ് ഉള്ള, ഗുഡ് ബിഹേവിയർ ഉള്ള ഒരു വ്യക്തി ആകുമ്പോഴാണ്. ശരിക്കും എഡ്യൂക്കേഷന്റെ റിസൾട്ട് അല്ലെങ്കിൽ ലേണിംഗിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഗുഡ് ബിഹേവിയർ എന്നുള്ളതാണ്, അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് എന്നുള്ളതാണ്, കോഓപ്പറേറ്റിംഗ് വിത്ത് അതേഴ്സ് എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ അല്ലെ? പൊസിഷൻ കൂടുന്നിടത്തോളം, എഡ്യൂക്കേഷൻ കൂടുന്നിടത്തോളം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു കോമൺ സൊസൈറ്റിയിൽ നിന്ന് അതല്ലെങ്കിൽ ഗുഡ് ബിഹേവിയറിന് മാറി മാറി പോകാനല്ലേ പതിവ്? സ്വാർത്ഥതയായിരിക്കും കൂടുതൽ. അപ്പൊ അവിടെ യഥാർത്ഥ ലേണിംഗിന്റെ ഔട്ട്കം കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഐ റൈറ്റ്? അപ്പൊ നമ്മള് നമ്മുടെ സ്റ്റുഡൻസിനോട് പറയേണ്ടതും നമ്മൾ ചെയ്ത് കാണിക്കേണ്ടതും എന്താണെന്ന് വെച്ചാല്, എത്രത്തോളം നമ്മൾ കൂടുതൽ കൂടുതൽ ബെറ്റർ ആയി വരുന്നോ, എത്രത്തോളം കൂടുതൽ കൂടുതൽ പഠിക്കുന്നുവോ, നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം? പൊളൈറ്റ് ആവണം, അതുപോലെ തന്നെ എംപതറ്റിക് ആവണം എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. റൈറ്റ്? കാരണം സമൂഹത്തിൽ അവർക്ക് അങ്ങനത്തെ എക്സാമ്പിൾസ് കാണാൻ കഴിയില്ല. സോ വി ഹാവ് ടു ടീച്ച് അവർ സ്റ്റുഡൻസ് വാട്ട് ഈസ് ഗുഡ് ബിഹേവിയർ ആൻഡ് വാട്ട് ഈസ് ബാഡ് ബിഹേവിയർ. ഗോട്ട് ഇറ്റ്? Yes, sir. Okay, when they gaining insight, and the insight എന്നാല് what is insight? ഉൾക്കാഴ്ച, ഒരു ഉൾക്കാഴ്ച, ഒരു ഉൾവിളി, അല്ലെ, ഒരു ബോധനം, അങ്ങനെ പല മീനിങ്ങുകളുണ്ട്. അഥവാ ഒരു പഠന പ്രവർത്തനത്തിൽ കുട്ടി പങ്കെടുത്താല് കുട്ടിക്ക് അതിൽ നിന്ന് കുട്ടിയുടെ മനസ്സിൽ കുറെ ഇൻസൈറ്റുകൾ കിട്ടണം, കുറെ അറിവുകള്, കുറെ തിരിച്ചറിവുകള്, കുറെ ഐഡിയകള്, ഇതെല്ലാം കിട്ടുന്നതാണ്. അതൊക്കെ കിട്ടുമ്പോഴാണ് ലേണിംഗ് എന്നുള്ള ഒരു സംഭവം അവിടെ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. Right. So these are the basic principles of learning. Okay. Shall I move? Yes, sir. Okay. ഇതിന്റെ implications of principles of learning ആണ്, അഥവാ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ആണ്. നമ്മൾ പറഞ്ഞതൊക്കെ നമ്മൾ ലേണിംഗിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാം, അതാണ് ഇംപ്ലിക്കേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംപ്ലിക്കേഷൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് എന്നുള്ളതാണ്. സോ മീനിങ് ഫുൾ ലേണിംഗ് ഈസ് എഫക്റ്റീവ് ആൻഡ് ഫ്രൂട്ട്ഫുൾ. നല്ല ലേണിംഗ് ഉണ്ടെങ്കിൽ അത് കുട്ടിന്റെ സ്വഭാവത്തിൽ ഈ പറഞ്ഞ പോലെ ചിന്തകളിലും അവന്റെ പ്രവർത്തനങ്ങളും എല്ലാം അത് റിഫ്ലക്ട് ചെയ്യും. റൈറ്റ്? സോ മീനിങ് ഫുൾ ലേണിംഗ് ഈസ് ഇഫക്റ്റീവ് ആൻഡ് ഫ്രൂട്ട്ഫുൾ ആണ്. നല്ല ലേണിംഗ് നടന്നാൽ അതിനൊരു എഫക്റ്റ് അതിലുണ്ടാകും, റിസൾട്ട് ഉണ്ടാകും. ദാറ്റ് വുഡ് ബി ഫ്രൂട്ട്ഫുൾ, അല്ലെ? അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല റിസൾട്ട് അതിൽ നിന്ന് കൊഴിയാൻ പറ്റും. ദെൻ ലീഡ്സ് ടു ഫർദർ ലേണിംഗ്. അഥവാ ലേണിംഗിന്റെ ബേസിക്സ് കിട്ടിയ ഒരാളെ സംബന്ധിച്ച് ആള് പിന്നെ അടങ്ങിയിരിക്കൂല എന്നുള്ളതാണ്. അഥവാ പഠനം എന്നുള്ള ആ ഒരു രീതിയിലേക്ക്, ഒരു മീനിങ് ഫുൾ ലേണിംഗ് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ പഠനം നിർത്തൂല എന്നുള്ളതാണ്. ലേണിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, പിന്നെ നിർത്താൻ കഴിയില്ല. ഓക്കെ? ഇപ്പൊ നമ്മള് ഒരു ഡിഗ്രി കഴിഞ്ഞാൽ അടുത്ത PG, അത് കഴിഞ്ഞാൽ അടുത്തത്, കഴിഞ്ഞാൽ അടുത്തത്, ഇങ്ങനെ നമ്മൾ പിന്നെ പഠിച്ചുകൊണ്ടേയിരിക്കണം. എ ഗുഡ് ടീച്ചർ ഈസ് എ ഗുഡ് സ്റ്റുഡന്റ് എന്നുള്ളതാണ്. എ ടീച്ചർ ഷുഡ് ബി എ സ്റ്റുഡന്റ്. ഓക്കെ? നമ്മൾ നിർബന്ധമായിട്ടും പഠനം നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ BEd കഴിയും, അത് കഴിഞ്ഞിട്ട് മറ്റൊരു കോഴ്സ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് മറ്റൊരു കോഴ്സ് ചെയ്യണം, അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ? അപ്പം ഞാന് BEd കഴിഞ്ഞു, MD കഴിഞ്ഞു, PG, അത് കഴിഞ്ഞിട്ട് MA എഡ്യൂക്കേഷൻ ചെയ്തു, അതിനിടയിൽ കൗൺസിലിങ്ങിന് കോഴ്സ് ചെയ്തു. ഇപ്പൊ എന്റെ MA എഡ്യൂക്കേഷൻ MA സൈക്കോളജി കഴിയാണ്. ലാസ്റ്റ് റിസൾട്ട് കൂടി വെയിറ്റ് ചെയ്യൊരു 1-2 വീക്കോട് കഴിയും. ഉടനെ ഐ വിൽ ജോയിൻ ഇൻ അനദർ കോഴ്സ്. ഷുവർ, അടുത്തൊരു കോഴ്സിലേക്ക്. അത് നിങ്ങൾ എന്നാണോ റിട്ടയർഡ് ആകുന്നത്, അതിന്റെ അപ്പുറത്ത് നമ്മൾ എന്താണോ മരിക്കുന്നത്, അതുവരെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ ക്വാളിഫിക്കേഷൻസ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ? എൻഹാൻസ് ലേണേഴ്സ് ഇൻവോൾവ്മെന്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഓരോ ലേണേഴ്സിനെയും ലേണിംഗ് എക്സ്പീരിയൻസിലേക്ക്, ലേണിംഗ് പ്രൊസീജിയറിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഓക്കെ? അപ്പൊ നമ്മുടെ കുട്ടികളുടെ ലേണിങ്ങിനെ എഫക്റ്റീവ് ആക്കാൻ നമുക്ക് പറ്റണം, ഫ്രൂട്ട്ഫുൾ ആക്കാൻ പറ്റണം. അതുപോലെ തന്നെ അവരെ കൂടുതൽ വായിക്കാൻ, ഫർദർ റീഡിങ്, വൈഡ് റീഡിങ്ങിലേക്കൊക്കെ അവരെ നയിക്കാൻ നമുക്ക് പറ്റണം. അതുപോലെ തന്നെ അവരെ ഇൻവോൾവ് ചെയ്യാൻ പറ്റണം. നമ്മുടെ പഠന പ്രവർത്തനത്തിൽ എങ്ങനെയാണ് എല്ലാവരെയും ഇൻവോൾവ് ചെയ്യാം? നമ്മുടെ ക്ലാസ്സിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു 4-5 കാറ്റഗറി സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിലുണ്ട്. അത് ആരൊക്കെയെങ്കിലും അറിയോ? നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു 4 കാറ്റഗറി അല്ലെങ്കിൽ 5 കാറ്റഗറി സ്റ്റുഡൻസ് ആരൊക്കെയെന്ന് അറിയോ നമുക്ക്? എക്സലന്റ്, ആവറേജ്, അങ്ങനെയൊക്കെ അല്ലേ? എക്സലന്റ്, ആവറേജ്, Below. ബിലോ ആവറേജ്, പിന്നെ അത്രക്കാണോ സാർ?
അത്രയ്ക്കല്ല സാർ. അതൊക്കെയാണ് സാറിന് ഓക്കെ, ബിലോ ആവറേജ് അഥവാ നീഡ് ഇംപ്രൂവ്മെന്റ് അല്ലെ, എന്തായാലും ഒരുപാട് ഇംപ്രൂവ്മെന്റ് ആവശ്യമുള്ള ആളുകള്, ഏറ്റവും താഴെത്തട്ടിലെ ആളുകള്. ഓക്കെ, പിന്നെ ഒരു ആവറേജ് സ്റ്റുഡൻസ്. ഓക്കെ, ദെൻ ബിലോ ആവറേജ്, ആവറേജ്, പിന്നെ ഓക്കെ എക്സലന്റ് സ്റ്റുഡൻസ്, പിന്നെ അഥവാ എബോ ആവറേജ് അല്ലെങ്കിൽ എക്സലന്റ് എന്ന് പറയാം. ഓക്കെ, വേറെണ്ടോ? ഓക്കെ, എക്സ്ട്രാ ഓർഡിനറിയുടെ വാക്കാണ് അവിടെ. നമ്മൾ അവരെ സ്റ്റാർ, ക്ലിക്ക്, എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. ഓക്കെ, പിന്നെ വേറെണ്ടോ? ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻസ്. ഓ, എക്സ്ട്രാ ഓർഡിനറി, ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്താ ഡിഫറൻസ്? അവരാണ് നമ്മൾ ആ ഒരു സ്റ്റാർ, ക്ലിക്ക്, എക്സ്ട്രാ ഓർഡിനറി, ഔട്ട്സ്റ്റാൻഡിങ് ഇവരൊക്കെ ഒന്ന് തന്നെയാണ് കുട്ടികളെ. വേറുണ്ടോ? ഇനിയുണ്ടോ? ടീച്ചേഴ്സ് ഇനിയുണ്ടോ? ഒരാളും കൂടി ഉണ്ടല്ലേ? ആരാണത്? നാലെണ്ണായില്ലേ? നാലെണ്ണം ഞങ്ങൾ പറഞ്ഞില്ലേ സാർ? ഓ, ഇനി ഞാനൊന്ന് പറഞ്ഞാൽ മതിയോ? അതിന് സാറ് പറഞ്ഞോ. ഓക്കെ, അവരാണ് ഡിഫറെന്റ്ലി ഏബിൾഡ്. ഓക്കെ. ലൈക്ക് യു എന്നാണോ ലൈക്ക് മീ എന്നാണോ? രണ്ടാളെ പോലെയല്ല. സോ നമുക്ക് ഡിഫറെന്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആണോ നമ്മൾ പറയാം. CWSN സ്റ്റുഡൻസ് ആണ് അവർ കേട്ടോ. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് അവരുണ്ടാവും. പിന്നെ നമുക്കുള്ളത് ബിലോ ആവറേജ് ഉണ്ട്, ആവറേജ് ഉണ്ട്, എബോ ആവറേജ് ഉണ്ട്, പിന്നെ സ്റ്റാർ ഉണ്ട്. ഇതിലെ ഇതൊന്നും സിലബസിന്റെ ഭാഗമല്ല കേട്ടോ, പക്ഷെ ആസ് എ ടീച്ചർ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് പറയാണേ, നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിശ്വാസം അതല്ലേ അല്ല. യെസ്, വെരി ഗുഡ്. സോ ബിലോ ആവറേജ് സ്റ്റുഡൻസ് അവർ പഠന പ്രവർത്തനങ്ങളിൽ ബാക്കിലായിരിക്കും. ദാറ്റ് മീൻസ് അവർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഒരു 10 വാക്ക് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ പഠിക്കുന്ന, അല്ലെങ്കിൽ ഡെഫിനിഷൻ കൊടുത്തിട്ട് ഇപ്പൊ തന്നെ പഠിക്കാൻ അവർക്ക് പറ്റൂല. അപ്പൊ ആവറേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ അത് അവർ കുറച്ചൊക്കെ അവിടെ പഠിക്കും, ഫുള്ള് പഠിക്കൂല. എബോ ആവറേജ് സ്റ്റുഡൻസ് ഒരുവിധം അത് ക്ലിയർ ആയി പഠിക്കും. സ്റ്റാർ അഥവാ എക്സ്ട്രാ ഓർഡിനറി അവരത് ജസ്റ്റ് ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ ഡിഫറെന്റ് ഏബിൾഡ് ഇവരൊക്കെ നമ്മൾ എങ്ങനെയാണ് ലേണിംഗ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ലേണിംഗ് സ്ട്രാറ്റജിക്ക് അല്ലെങ്കിൽ നമ്മളെ ലേണിംഗിലേക്ക് ഇൻവോൾവ് ചെയ്യാം. ഞാൻ കാര്യം ചെയ്യട്ടെ, ഒരു കാര്യത്തിൽ ഡിസ്കഷൻ നടക്കുക സങ്കല്പിക്കാം. ഓക്കെ, ഒരു ഡിസ്കഷൻ ആണ് അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ആണ്. അതിൽ എങ്ങനെയാണ് ഈ ബിലോ ആവറേജ് ആയ ആളെ ആഡ് ചെയ്യുക, ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയ ആളെ ആഡ് ചെയ്യുക? അവരെ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ഗ്രൂപ്പ് ആയിട്ടല്ലേ ഡിസ്കഷൻ നടത്തുക? ഗ്രൂപ്പ് ആയിട്ടാണ് സങ്കല്പിക്കുക. അപ്പൊ 4 ഗ്രൂപ്പുകൾ തമ്മിൽ ഡിസ്കഷൻ നടക്കുക, അല്ലെങ്കിൽ 2 ഗ്രൂപ്പുകൾ തമ്മിലോ അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, ഡിബേറ്റോ എന്തെങ്കിലും ആവട്ടെ. അവരെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്താൽ പോരെ? മതി. അപ്പൊ അവർ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കും അല്ലേ? സൈലന്റ് ആയിട്ടല്ല. ഒരു പോയിന്റ് പറയോ? അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് അവർക്ക് കൊടുക്കാം, അങ്ങനെ ചെയ്യും. ഓക്കെ, റൈറ്റ്. ഇവിടെ ഏതൊരു ആക്ടിവിറ്റി നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത്തരം കുട്ടികളൊക്കെ നമ്മുടെ ക്ലാസ്സിലുണ്ട് ഇല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിലോ ആവറേജ് ഉണ്ടാവും, ആവറേജ് ഉണ്ടാവും, എബോ ആവറേജ് ഉണ്ടാവും, വെരി എക്സലന്റ് ആയിട്ടുള്ള ദാറ്റ് മീൻസ് എക്സ്ട്രാ ഓർഡിനറി ഉണ്ടാകും, അതുപോലെ തന്നെ ഡിഫറെന്റ് ഏബിൾ ഉണ്ടാവാം. സോ ഈ കുട്ടികളെല്ലാവരെയും അവർക്കൊക്കെ പ്രത്യേകം റോള് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഡിഫറെന്റ് ഏബിൾഡ് ആയ ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് വൊക്കാബുലറി ഉണ്ടാവാം, അവർക്ക് ചിലപ്പോൾ മൂവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതേ സമയത്ത് ബിലോ ആവറേജ് ഉള്ള ഒരാളെ സംബന്ധിച്ച് ഇവരുടെ പോയിന്റ്സിനെ നോട്ട് ചെയ്യലോ അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് ബോർഡിലേക്ക് പകർത്തലോ അതല്ലെങ്കിൽ അവരെ ഒന്ന് പരസ്പരം കോർഡിനേറ്റ് ചെയ്യലോ ഒക്കെ അവർ വളരെ വൃത്തിയായിട്ട് ചെയ്യും. അപ്പം ഓരോരുത്തർക്കും അവരുടെ അക്കാഡമിക് ലെവൽ അനുസരിച്ചുള്ള ഡ്യൂട്ടി അസൈൻ ചെയ്യുക എന്നുള്ളതാണ്, അവരെ അതിനു വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ്. ഓക്കെ, അതാണ് അവിടെ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ലേൺഡ് ലാസ്റ്റ് ഫോർ അവർ എന്നതാണ്. പഠിച്ചത് നമ്മുടെ മനസ്സിൽ നിന്ന് നിൽക്കണം. അങ്ങനെ സംഭവം ഉണ്ടോ? നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവോ? എല്ലാം ഇല്ലെങ്കിലും
നമ്മൾ പഠിക്കുമ്പോൾ അത് പലപ്പോഴും ടീച്ചേഴ്സ് ഇത് നിങ്ങൾ ലൈഫിൽ ഓർത്തിരിക്കണം കേട്ടോ എന്ന് പറയലുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള ഒരു ചാൻസ് കിട്ടാറുണ്ടോ, നിങ്ങൾ കൊടുക്കാറുണ്ടോ? എന്താ അതിനെന്താ ചെയ്യാം? നമ്മൾ പഠിപ്പിച്ചത് കുട്ടികളുടെ മനസ്സിൽ എന്നും നിലനിൽക്കണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബൈ ഹാർട്ട് പഠിപ്പിക്കാണ്ട് നല്ല മനസ്സിലാക്കി ബൈ ഹാർട്ട് അങ്ങനെ പഠിപ്പിച്ചാലല്ലേ നാട്ടിലുണ്ടാവുള്ളൂ. അല്ല, നമ്മൾ മനസ്സിലാക്കി പഠിപ്പിച്ചാൽ അത് എപ്പോഴും ഉണ്ടാവും. ബൈ ഹാർട്ട് പഠിച്ചത് പരീക്ഷ കഴിഞ്ഞാൽ മറന്നു പോകും. മനസ്സിലാക്കി പഠിപ്പിച്ചാലും ബൈ ഹാർട്ട് തന്നെയല്ലേ ലാസ്റ്റ് റിസൾട്ട്? അങ്ങനെയല്ല, ഇപ്പോ ഒരു സംഭവം മലയാളത്തിൽ നല്ലോണം ഒരു കഥ പോലൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ അതുപോലെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. ഒരു ഉദാഹരണം, 10 സംസ്ഥാനങ്ങളുടെ പേര് കുട്ടി പഠിക്കണം. ബൈ ഹാർട്ട് ചെയ്യണോ അതല്ല മനസ്സിലാക്കി പഠിക്കണോ? ബൈ ഹാർട്ട് ചെയ്യാം. ഇപ്പൊ കുറെ ടെക്നിക്കൊക്കെ കാണുന്നില്ല, നമ്മള് പാട്ടിന്റെ രൂപത്തിലൊക്കെ പഠിപ്പിച്ചെടുക്കുക. അത് കൂടുതലും നമ്മൾ മൈൻഡിൽ അതെനിക്കറിയില്ല സർ. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ലേണിംഗ് ടെക്നിക്സ്. ഓക്കെ ഓക്കെ, ലേണിംഗ് ടെക്നിക്. ചില ആളുകളെ ലേണിംഗ് സ്ട്രാറ്റജി എന്ന് വിളിക്കും, രണ്ടും പറയാം. So use different learning strategies എന്നുള്ള ഒരു പോയിന്റ്. That is a good point. And your good name please? ശാലിനി. ശാലിനി. ഓക്കെ, അപ്പം പിന്നെ വേറെ എന്തൊരു പോയിന്റ് ആയിട്ട് പറയാനുണ്ടോ? നമ്മൾ പഠിച്ചത് കുട്ടി എന്നും ഓർക്കണം. പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് വെച്ചിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ. ഓക്കെ, ലേണിംഗ് ബൈ ഡൂയിങ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അവർ ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. വെരി ഗുഡ്. യുവർ നെയിം? ഷൈബ. എന്ത്? ഷൈബ. ഷൈബ. യെസ്. Okay, okay, it is a new name for me. Okay, then വേഗം പറയും, 2 സ്ലൈഡ് ആയിട്ടുള്ളൂ, വേഗം വേഗം പറയും, തീരണ്ടേ? എങ്ങനെ കമ്പയർ ചെയ്ത് പഠിപ്പിക്കുക, അവരുടെ എക്സ്പീരിയൻസുമായി കണക്ട് ചെയ്ത് പഠിപ്പിക്കുക, അവർക്ക് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞത് അതാണ്. പിന്നെ ഡിഫറെന്റ് ലേണിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുക, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കുക. ഓക്കെ, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കുക. അതുപോലെ എൻക്വയറി ലേണിംഗിലേക്ക് കൊടുക്കുക. എൻക്വയറി ലേണിംഗ് എന്താ? എൻക്വയറി ലേണിംഗ് എന്ന് പറഞ്ഞാല് സെർച്ച് ചെയ്യാൻ ഒരു ടോപ്പിക് കൊടുത്തിട്ട് അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് പഠിക്കും. അതേപോലെ കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുക. കുട്ടികൾ ഗ്രൂപ്പായിരുന്നു, പെയർ ആയിരുന്നു, അല്ലെങ്കിൽ 3 പേര് ഗ്രൂപ്പ്, 5 പേര് ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പിൽ അവർ ചർച്ച ചെയ്ത് ഗ്രൂപ്പിൽ പ്രസന്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജി ആക്കി കൊടുക്കുക. പിന്നെ പെർഫോമൻസ് കൊടുക്കുക. ഇങ്ങനെ സെമിനാർ കൊടുത്തൂടെ? ഓരോ ടോപ്പിക്കിന് സെമിനാർ കൊടുക്കുക സാർ പറഞ്ഞു. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അവരെ മെമ്മറിനെ അല്ലെങ്കിൽ അവരെ നമ്മൾ പഠിപ്പിച്ചത് അവരെന്ന് ഓർത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാം. ദെൻ ഇറ്റ് ലീഡ്സ് ടു സെൽഫ് ലേണിംഗ്. സെൽഫ് ലേണിംഗ് എന്നുള്ളൊരു വലിയ ടേമാണ്, നമുക്കത് പഠിക്കാനുണ്ട്. ഓക്കെ, ആ സമയത്ത് പഠിക്കാം കേട്ടോ. സെൽഫ് ലേണിംഗ് എന്നുള്ളത് സ്വയം പഠിക്കുക എന്നുള്ളതാണ്, പക്ഷെ അതിനെ കുറച്ചുകൂടി വിശദമായി നമുക്ക് പഠിക്കാനുണ്ട്. ദ ലാസ്റ്റ് പോയിന്റ് ഇന്ററാക്ട് വിത്ത് ദി എൻവയോൺമെന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ പഠിച്ചതും നമ്മുടെ സമൂഹവും എൻവയോൺമെന്റ് പ്രകൃതിയുമായിട്ടൊക്കെ ചുറ്റുപാടുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പഠിപ്പിക്കുക. സോ ഇങ്ങനെ ഈ ഒരു 5-6 കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ സ്റ്റുഡൻസിന് ദാറ്റ് വുഡ് ബി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആൻഡ് എന്താണ് ലേൺഡ് ഇൻഫർമേഷൻ വുഡ് ബി എന്താണ് ലാസ്റ്റിംഗ്, എന്നും അവരുടെ മനസ്സിലത് ഓർത്തിക്കാനുള്ള ഒരു കാരണമാവുകയും ചെയ്യും. ഇവിടെ നേരത്തെ ഒരാൾ പറഞ്ഞു വെറുതെ പഠിപ്പിക്കരുത് അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യിപ്പിക്കരുത്. അവിടെ നമുക്ക് 2 ടേംസിനെ പരിചയപ്പെടാനുള്ളത്. 2 തരം ലേണിംഗ് ആണ്. ഒന്ന് റോഡ് ലേണിംഗ്, സെക്കൻഡ് വൺ മീനിങ് ഫുൾ ലേണിംഗ്. ഒരു പണ്ടത്തെ കാലത്തുള്ള ഒരു പഠനം എന്നുള്ളതൊക്കെ പറയുന്നത്, പണ്ട് ടീച്ചർ ഇങ്ങനെ ഒരു ഡെഫിനേഷൻ പറഞ്ഞുതരും, നമ്മളത് ഇങ്ങനെ കാണാതെ പഠിക്കും, പരീക്ഷയ്ക്ക് പോയിട്ട് കാണാതെ എഴുതും, ഇങ്ങോട്ട് പോരും. അങ്ങനത്തെ ഒരു പഠനമായിരുന്നു. ഇന്നത്തെ കാലത്ത് ബൈഹാർട്ട് എന്നുള്ള ഒരു വാക്കിന് പ്രസക്തി ഇല്ല എന്ന് പറയാറുണ്ട്, അല്ലെ? കുട്ടികൾ പൊതുവെ ഒന്നും ബൈഹാർട്ട് ചെയ്യുന്നില്ല, കാണാതെ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനത്തല്ലേ? ഐ ആം റൈറ്റ്? ഓക്കെ, നിങ്ങളുണ്ടല്ലോ NIOS +2 കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതില് ഒരു രാമോ എന്തോ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കില്ല, ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. അത് പറയുന്നതാണ്, ഒരു കുട്ടി സ്കൂളിൽ നിന്ന് ടീച്ചർ പഠിപ്പിച്ചത് പഠിക്കാണ് കേട്ടോ. അതിന്റെ സെന്റൻസ് ഇങ്ങനെയാണ്, ഹിബിസ്കസ് ഈസ് റെഡ്, ഹിബിസ്കസ് ഈസ് റെഡ്, ഹിബിസ്കസ് ഈസ് റെഡ്. ഓക്കെ, എന്താണ് പറഞ്ഞത് മലയാളം?
ചെമ്പരത്തിപ്പൂ ചുവപ്പാണ്, ചെമ്പരത്തിപ്പൂ ചെമ്പരത്തി ചുവന്നതാണ്. ആ കുട്ടി അത് 100 പ്രാവശ്യം പറഞ്ഞു പഠിച്ചു. ബട്ട് ഹി കളേർഡ് ഇറ്റ് യെല്ലോ ഇൻ ഹിസ് നോട്ട് ബുക്ക്. പക്ഷെ അവന്റെ ബുക്കില് അവൻ ആ ചെമ്പരത്തിക്ക് കളർ കൊടുത്തിരിക്കുന്നത് യെല്ലോ ആണ്. എവിടെയാണ് പ്രശ്നം? വാട്ട് ഹാപ്പൻ ടു ദ ബോയ്? റെഡ് കളർ എന്താണെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. അവിടെ എന്താ അറിയോ, ആ ടീച്ചർ പറഞ്ഞു മനസ്സിലായി. ടീച്ചർ ബൈ ഹാർട്ട് ടീച്ചർ കൊടുക്കുന്നത് എന്താണ്? ഹിബിസ്കസ് ഈസ് റെഡ് എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ഹിബിസ്കസ് എന്ന കുട്ടിക്ക് അറിയില്ല. ദിസ് ഈസ് റെഡിഷ്, ഓക്കെ, റെഡ് കളർ എന്ന കുട്ടിക്ക് അറിയണില്ല. കാരണം ഇതിനെ തമ്മിൽ തിയറിയും പ്രാക്ടിക്കലും തമ്മിൽ കണക്ട് ചെയ്തിട്ടില്ല. ആ കുട്ടിന്റെ മുന്നിൽ പൂ വന്നു, ആ കുട്ടി എന്തോ കളർ കൊടുത്തു, ദാറ്റ്സ് ഓൾ. പക്ഷെ അവൻ പഠിച്ചത് ഹിബിസ്കസ് ഈസ് റെഡ്, ഹിബിസ്കസ് ഈസ് റെഡ്, ഹിബിസ്കസ് ഈസ് റെഡ്. മനസ്സിലായോ? അതാണ് ബൈ ഹാർട്ട് ചെയ്താലുള്ള പ്രശ്നം. സോ ഇവിടെ റോഡ് ലേണിംഗും മീനിങ് ഫുൾ ലേണിംഗും ആണ്. റോഡ് ലേണിംഗ് ഈസ് ഈക്വൽ ടു മെമ്മറൈസിങ്. നമ്മൾ പറഞ്ഞ പോലെ ഈ ബൈ ഹാർട്ടിങ്, ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനെയാണ് റോഡ് ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മളില്ലേ സാധാരണഗതിയിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലാണ് പിന്നെ നമുക്ക് ബൈ ഹാർട്ട് ആവുക? ഹലോ, ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റുഡന്റ്. എന്നാലും കോമൺ ആയിട്ട് നമുക്ക് ബൈ ഹാർട്ട് ആവാൻ എത്ര? 10 ടൈംസ്. എഴുതി പഠിച്ചാൽ മതി. എഴുതി പഠിച്ചാൽ അടിപൊളിയാ, വേഗം പഠിക്കാൻ പറ്റും. അതല്ല, റിപ്പീറ്റ് ചില ഇതിലൊക്കെ ഇങ്ങനെ 20 എന്നൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ പറയാനുള്ള കാരണം എക്സാക്ട് നമ്പർ ഒന്നല്ല, അങ്ങനെ പറയാറുണ്ട്. സോ എനിവേ, സോ ഇവിടെ റോഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. മെമ്മറൈസിങ് ടു റിപ്പിറ്റേഷൻ ആണ്. കാണാതെ പറഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്യുക, പഠിക്കുക. ദാറ്റ് ഈസ്, അത് സാധാരണ പെൺകുട്ടികളാണ് കൂടുതൽ ചെയ്യാറുള്ളത് എന്നാണ് ആൺകുട്ടികളുടെ ഒരു വിലയിരുത്തല്. ഓക്കെ. So second one, learner is not interested to check whether the information is correct or wrong. ഈ കാണാതെ പഠിക്കുന്ന സാധനം ശരിയാണോന്നോ, അതിനെന്തൊരു സത്യം ഉണ്ടോന്നോ, അതല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള യുക്തി, അതിന്റെ ഒരു മീനിങ്ങിലേക്ക് പോകാനൊന്നും ആ കുട്ടി തയ്യാറായിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ ഉള്ളത് അങ്ങനെ വിഴുങ്ങുക നമ്മൾ അറിയില്ലേ അല്ലെ? അഥവാ ക്ലാസ്സിൽ നിന്ന് വിഴുങ്ങിയത് എക്സാം ഹാളിൽ പോയി ചർച്ചിക്കുന്നതിനെയാണ് പഠനം എന്ന് പറയുന്നത്. കേട്ടില്ല? കേട്ടിട്ടുണ്ട് സർ. ഓക്കെ, ദെൻ ഫുള്ളി ഡിപ്പെൻഡിങ് ഓൺ ദ ടീച്ചർ. ടീച്ചർ എന്താണോ പറയണത്, ടീച്ചർ കൊടുക്കുന്ന ഡെഫിനിഷൻ കുട്ടി അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് ആ ഡെഫിനിഷൻ ശരിയാണോ തെറ്റാണോ നോക്കാതെ നേരെ പോയി പറയുന്നതാണ് എന്ത്, റോഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അവിടെ സ്റ്റുഡൻസിന്റെ റെസ്പോൺസസ് അതിന്റെ വെരി ലോ ആണ്. ലേണർ ഈസ് പാസീവ്. ലേണർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതിങ്ങനെ ബൈ ഹാർട്ട് ചെയ്യുക, മനസ്സിൽ കയറ്റി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ദെൻ റിപ്പീറ്റഡ് വെർബാറ്റിസം, ദാറ്റ് മീൻസ് വെർബലിസം കൂടുതലായിരിക്കും. പറഞ്ഞ് ഇങ്ങനെ പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ നോ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ലേണർ. സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അതിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. അതിനെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യണ്ട, അനലൈസ് ചെയ്യണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദ മാറ്റർ റിക്കോൾഡ് ആസ് ഫ്രാഗ്മെന്റ് പീസസ്. നമുക്ക് ഈ മാറ്റർ തിരിച്ചിങ്ങോട്ടും ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് മീൻസ് അങ്ങോട്ട് എന്താണോ ഇൻപുട്ട് സ്റ്റോർ ചെയ്തത് അതിങ്ങനെ ഇൻപുട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്. സോ ഇവിടെ ആ കുട്ടിന്റെ ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ് ഡിക്രീസസ്. കുട്ടിക്ക് പഠിക്കാനുള്ള താല്പര്യം കുറവായിരിക്കും. കാരണം കുട്ടിക്ക് പ്രത്യേകിച്ച് അനുഭവങ്ങളില്ല, കുട്ടി ചിന്തിക്കണില്ല, കുട്ടിൻ്റെതായ ഒപ്പീനിയൻസ് ഇല്ല, കുട്ടിക്ക് അനാലിസ് ചെയ്യാനുള്ള അവസരങ്ങളില്ല, ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള അവസരങ്ങളില്ല, എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരമില്ല, ഒന്നുമില്ല. ദാറ്റ് ഈസ് റോട്ട് ലേണിംഗ്. അഥവാ പക്ക കേട്ടത് അങ്ങനെ ബൈ ഹാർട്ട് ചെയ്യുന്ന ലേണിങ്ങിനെയാണ് റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്ത് കിട്ടിയാലും ബൈ ഹാർട്ട് ചെയ്യുന്ന ആളുകൾ ഇതിലുണ്ടോ? ഉണ്ടാവും. ബൈ ഹാർട്ട് ചെയ്യലാണ് സിമ്പിൾ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടോ ഇതില്? ആരില്ല. ഓക്കെ, സെക്കൻഡ് വൺ മീനിങ് ഫുൾ ലേണിംഗ് ആണ്. അപ്പൊ മീനിങ് ഫുൾ ലേണിംഗ് ഇതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്റെ സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ, മീനിങ് ഫുൾ ലേണിംഗ് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ ന്യൂ ഇൻഫർമേഷൻ ആൻഡ് പ്രിയർ ഇൻഫർമേഷൻ. ഈ പ്രിയർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മുൻപേ നമുക്ക് ഓൾറെഡി ഉള്ള കാര്യമാണ്. A new information shall be built upon prior information എന്നാണ്. മുൻ അറിവിൽ നിന്ന് മാത്രമേ നമുക്കൊരു പുതിയ അറിവിനെ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. Is it correct?
മുന്നറിവിൽ നിന്ന് മാത്രമേ ഒരു പുതിയ അറിവിനെ ഉണ്ടാക്കാൻ പറ്റൂ. ഇത് കറക്റ്റ് ആണോ അല്ലയോ? നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഹലോ, കറക്റ്റ് ആവണമെന്നില്ലല്ലോ. കറക്റ്റ് ആണ്. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലാത്ത ആരോ ഒന്ന് കറക്റ്റ് അല്ല പറഞ്ഞില്ല. ഓരോരു എന്തെങ്കിലും എപ്പോഴാണ് കറക്റ്റ് അല്ലാത്ത പറയാൻ പറ്റുമോ? പുതുതായി പഠിക്കുന്നത് മുന്നറിവായിട്ട് കണക്ട് ചെയ്യാതെയും പഠിച്ചൂടെ പുതിയതായിട്ടുള്ള എങ്ങനെ? കാര്യങ്ങൾ? ഒരു ഉദാഹരണം പറഞ്ഞോ, ഒരു ഉദാഹരണം. ഇപ്പൊ നമ്മള് പുതിയത് നമ്മള് ബുക്കിലുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ തന്നെ ഓക്കെ, ചിലപ്പോ കുട്ടി ആദ്യമായിട്ടായിരിക്കും റോഡ് ലേണിംഗ് കേൾക്കുന്നത്. എന്നുള്ളത് പുതിയ ടേമാണ് സങ്കല്പിക്കുക. ഇത് പഠിക്കുമ്പോ മുന്നറിവ് നിർബന്ധമാണെന്ന് ഞാനും അല്ലാതെ താങ്കളും പറയുകയാണെങ്കിൽ അതാണോ? റോഡ് ലേണിംഗ് അല്ല, നമ്മള് കാര്യങ്ങൾ ചിലപ്പോ അറിയാത്ത കാര്യങ്ങളെ കുറിച്ചായിരിക്കും കേൾക്കുന്നത്. എന്ത്? ഒരു എക്സാമ്പിൾ, ഒറ്റ എക്സാമ്പിൾ. ഐ നീഡ് ഓൺലി വൺ എക്സാമ്പിൾ. ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികൾക്ക് നമ്മള് ഈ ആകാശ കാഴ്ചകളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും കേട്ടിട്ടുണ്ടാവില്ല കുട്ടികള്, ആദ്യമായിട്ടായിരിക്കും. അപ്പം അതിനെ കുറിച്ചൊരു മുന്നറിവ് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അവര് അതിനെ കുറിച്ച് മനസ്സിലാക്കി ചിന്തിക്കാൻ തുടങ്ങുമല്ലോ. എങ്ങനെയാണ്? പിന്നെ മോന് 1.5 വയസ്സുണ്ട്. ഓന് ഞാൻ പറയുന്നത് നക്ഷത്രങ്ങള്, ചന്ദ്രൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ബുധൻ അല്ലെങ്കിൽ ചൊവ്വ എന്നുള്ള സാധനം ഉണ്ടെന്ന് പറഞ്ഞ മനസ്സിലാവോ? അവര് മനസ്സിലാക്കാൻ ശ്രമിക്കൂലേ? ശ്രമിക്കോ? അഥവാ അതൊരു മനസ്സിലാവണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? കുറെ വിദൂരത എന്നുള്ള സാധനം ഉണ്ട്. നമ്മളിങ്ങനെ കാണുന്ന ഒരു വെളിച്ചം പോലെ, ചന്ദ്രനൊക്കെ മനസ്സിലാകണമെങ്കിൽ അവിടെ ഒരു പ്രകാശം പോലെ എന്തോ ഒരു സംഭവം ഉണ്ട്. പ്രകാശം എന്നുള്ള മുന്നറിവിൽ നിന്നാണ് അതേപോലുള്ള സംഭവം എന്നുള്ളതിലേക്ക് ആ കുട്ടി എത്തുന്നത്. മനസ്സിലായോ? അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് പഴയതിൽ നിന്ന് മനസ്സിലാക്കിയതിൽ നിന്ന് മാത്രമേ കുട്ടി പുതിയ നോളജിലേക്ക് എത്തുള്ളൂ. അതിനുള്ളൊരു എക്സാമ്പിൾ ആണ്, നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോഴേ അവര് ആരെ കണ്ടാലും ഇപ്പോ പിന്നെ വാപ്പാന്നോ അല്ലെങ്കിൽ കാക്കാന്നോ ഒക്കെ വിളിക്കും. ആരെ കണ്ടാലും, ചിലപ്പോ ആരെ കണ്ടാലും ഉമ്മാന്ന് വിളിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യം നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുക, പിന്നെയാണ് സ്പെസിഫിക് ആയിട്ടിലേക്ക് പോവാം. ഓക്കെ, ഞാൻ പോലെ നിൽക്കണില്ല, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാണ്. ലേണേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ മാറ്റർ. നമ്മൾ പഠിക്കുന്നത് മീനിങ് ഫുൾ ലേണിംഗ് ആണെങ്കിൽ നമ്മൾ പഠിച്ച ഒരു സാധനം വളരെ കൃത്യമായിട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, തേർഡ് വൺ, എവറിത്തിങ് ടു ഫങ്ഷൻ ഇൻഡിപെൻഡന്റ്ലി. അഥവാ നമ്മൾ പഠിച്ച മീനിങ് ഫുൾ ലേണിംഗ് നടത്തിയതിനെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അതിനെ നമുക്ക് ഡിഫറെന്റ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഡിസ്പ്ലേ ന്യൂ റെസ്പോൺസസ് ടു, നമുക്കതിൽ നമ്മുടേതായ റെസ്പോൺസസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. നമ്മളതായിട്ടുള്ള ഒപ്പീനിയൻസ് അതിൽ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആക്റ്റീവ് മീൻസ് ലേണിംഗ് വുഡ് ബി ആക്റ്റീവ്, ദ ലേണർ വുഡ് ബി ആക്റ്റീവ്. ലേണർ വളരെ ആക്റ്റീവായി ആ ലേണിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കണം. അപ്പോഴാണ് മീനിങ് ഫുൾ ലേണിംഗ് നടക്കുക. ദെൻ എക്സ്പ്രസ് ഇൻ ദെയർ ഓൺ സ്റ്റൈൽ. പഠനത്തിന്റെ പഠിച്ച കാര്യങ്ങൾ അവർ എക്സ്പ്രസ് ചെയ്യുക, അതിന് റിസൾട്ട് നമുക്ക് കാണിച്ചു തരിക അവരുടേതായ ഒരു മാർഗത്തിലായിരിക്കും. റോട്ട് ലേണിംഗിൽ എല്ലാവരും ഒരേപോലെ റിസൾട്ട് തരിക, കാരണം ഇതിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പറഞ്ഞിട്ടാണ് ചെയ്യാം. എന്നാൽ മീനിങ് ഫുൾ ലേണിംഗ് ആണെങ്കിൽ ഓരോരുത്തരും ഓരോ കോലത്തിലാണ് ഡെഫിനിഷൻ പറയേണ്ടാവുക. കാരണം അവർ പഠിച്ചു വെച്ച് മനസ്സിലാക്കി വെച്ചതനുസരിച്ചാണ് അവര് നമുക്ക് റിസൾട്ട് തരിക. ഫുൾ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. അഥവാ എല്ലാ കുട്ടിയുടെയും എല്ലാ സമയത്തുള്ള പാർട്ടിസിപ്പേഷൻ അതിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് വെരി ഈസി ടു റിക്കോൾ, നമുക്ക് തിരിച്ചെടുക്കാൻ, നമുക്കത് ഓർത്ത് പറയാൻ ദാറ്റ് വുഡ് ബി വെരി സിമ്പിൾ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇൻക്രീസസ്, പഠനത്തിനുള്ള കുട്ടിന്റെ താല്പര്യം വർദ്ധിക്കും. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റോഡ് ലേണിംഗ് ആൻഡ് മീനിങ് ഫുൾ ലേണിംഗ്. നേരത്തെ പറഞ്ഞ ആൾക്ക് പ്രിയർ ഇൻഫർമേഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റുമെന്ന പോയിന്റ് പറ്റൂല എന്നുള്ള പോയിന്റ് ഫുള്ളി ആക്സെപ്റ്റഡ് ആയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കാണ്. അതിലാണോ അത് പറഞ്ഞത്? അല്ല, മനസ്സിലായി. അല്ല, കുഴപ്പമില്ല. അതൊരു സയന്റിഫിക് ബേസ് ആണ് കേട്ടോ. നമ്മളെ സൈക്കോളജിയിലും ഒക്കെ പറയേണ്ടത് അങ്ങനെ തന്നെയാണ്. പുതിയ ഇൻഫർമേഷൻ പഠിക്കണമെങ്കിൽ പഴയ ഇൻഫർമേഷൻസ് നമുക്ക് അറിയണം. ഓക്കെ, അഥവാ ഇപ്പൊ നമ്മളൊരു പുതിയ ജീവിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ മനുഷ്യനും മൃഗവും എന്ന് പറഞ്ഞ മൃഗങ്ങൾ എന്നുള്ള സംഭവം ഉണ്ട്. ആ മൃഗങ്ങൾ വ്യത്യസ്തമായ മൃഗങ്ങളുണ്ട്. അതിൽ കാട്ടിലും നാട്ടിലുള്ളതുണ്ട്. കാട്ടിൽ കുറെ നമുക്ക് അറിയാത്ത മൃഗങ്ങളുണ്ട്. അതിലൊരു മൃഗമാണ് ഞാൻ പഠിക്കുന്നത് എന്നൊക്കെയുള്ള ബോധമാണ് നമുക്ക് ശരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഞാൻ മൂവ് ചെയ്യട്ടെ, മുന്നോട്ട് പോട്ടെ. എനിക്ക് തോന്നുന്നു ഇന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവാണോ എന്നൊരു സംശയമുണ്ട്.
ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ കണ്ടത് എന്തായിരുന്നു? റോഡ് ലേണിംഗും മീനിങ് ഫുൾ ലേണിംഗ് ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ ആക്റ്റീവ് ലേണിംഗ് പഠിക്കുമ്പോൾ അതിന്റെ മീനിങ്, അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ പ്രിൻസിപ്പിൾസ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ടെക്നിക്സ്, ഇംപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുണ്ടാവും. നമ്മൾ ഇന്ന് ഈ ഒരു ആക്റ്റീവ് ലേണിംഗും കൂടി പഠിച്ച് നമ്മൾ ഈ ഒരു സെഷൻ നിർത്തും. സോ വളരെ പെട്ടെന്ന് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇത് സിമ്പിൾ ടോപ്പിക് ആണ്. സോ ആക്റ്റീവ് ലേണിംഗ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ R.W. റേവൻസ്. ദ ലേണേഴ്സ് ഇൻവോൾവ് ആക്റ്റീവ്ലി. അതാണ് ആക്റ്റീവ് ലേണിംഗിന്റെ പ്രത്യേകത. പഠന പ്രവർത്തനത്തിൽ സ്റ്റുഡൻസ് ഇൻവോൾവ് ചെയ്യും എന്നുള്ളതാണ് ആക്റ്റീവ് ലേണിംഗ്. അപ്പൊ ആക്റ്റീവ് ലേണിംഗിന് പകരം പിന്നെ മറ്റൊരു ടേം എന്തുണ്ടാവുക? അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഓക്കെ, അത് വലിയ പോയിന്റ് ഒന്നല്ല കേട്ടോ. എല്ലാവർക്കും അറിയാതെ, പറഞ്ഞവർക്കും അറിയാം, പറയാത്തവർക്കും അറിയാം അല്ലെ? പറയാത്ത ഒരാൾ പറയും പാസീവ് ലേണിംഗ് അറിയൂലേ? ആകെ 2-3 ആളെ പറയണുള്ളൂ അല്ലേ? ബാക്കിയുള്ള കുറെ ആളുകളുടെ മിയർ സൈലന്റ് ലിസണേഴ്സ് ആണ്. നമുക്കിനി അവരെ കൂടി പൊക്കണം നമുക്കല്ലേ? അപ്പം ദേ പാർട്ടിസിപ്പേറ്റ് ഇൻ റീഡിങ്, റൈറ്റിംഗ്, ഡിസ്കസിങ്, പ്രോബ്ലം സോൾവിങ് എക്സെട്ര. അഥവാ ക്ലാസ് റൂം സ്ട്രാറ്റജികളിൽ, ലേണിംഗ് സ്ട്രാറ്റജികളിൽ ഇവർ പങ്കെടുക്കും എന്നുള്ളതാണ് ആക്റ്റീവ് ലേണിംഗിന്റെ പ്രത്യേകത. ഒരു സ്റ്റുഡന്റ്, നമ്മളെ മുന്നിലിരിക്കുന്ന ഒരു കുട്ടി ആക്റ്റീവ് ലേണിംഗ് നടത്തുന്നുണ്ടോ, പ്രൊഡക്റ്റീവായി ലേണിംഗ് നടത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത്, അവർ ഈ ലേണിംഗ് സ്ട്രാറ്റജിയിൽ ഇൻവോൾവ് ആകുന്നുണ്ടോ, അവർ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, റീഡിങ്ങും റൈറ്റിങ്ങും ഡിസ്കഷനും എല്ലാത്തിലും അവർ പങ്കെടുക്കുന്നുണ്ടോ. അതുപോലെ തന്നെ അവരുടെ 3 ഡൊമൈൻസ് ഉണ്ട്, 3 വ്യത്യസ്തമായ മേഖലകളുണ്ട്. അതിൽ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ടോ നോക്കണം. നോളജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ്. ഇതിൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം. നോളജ് വർദ്ധിക്കണം, അറിവ് വർദ്ധിക്കണം, സ്കിൽസ് ഇമ്പ്രൂവ് ആകണം, പഠനത്തോടും സൊസൈറ്റിയോടും അവരുടെ ലൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. ഈ 3ലും ചേഞ്ചസ് ഉണ്ടെങ്കിലാണ് ആക്റ്റീവ് ലേണിംഗ് നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, വോയിസ് ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? അതെ സാർ. സോ മീനിങ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ആണ് ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യും. സ്റ്റുഡൻസ് ഗെറ്റ് ഡയറക്റ്റ് എക്സ്പീരിയൻസ്. കുട്ടികൾക്ക് കൃത്യമായ നേരിട്ടുള്ള എക്സ്പീരിയൻസസ് ആക്റ്റീവ് ലേണിംഗിൽ കിട്ടും. കാരണം അവരതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അവരതിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. ഈ ഡൊമൈൻസ് ഏതൊക്കെയായിരുന്നു? ഡൊമൈൻസ് നോളജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, ദെൻ ഇൻവോൾവ് ഇൻ മീനിങ് സിറ്റുവേഷൻ. നമുക്കല്ലേ ഈ ക്ലാസ് റൂം സിറ്റുവേഷന് 2 രൂപത്തിൽ നമുക്ക് സിറ്റുവേഷൻസ് ഉണ്ടാക്കാം. അഥവാ ഓക്കെ, അത് നമുക്ക് പിന്നീട് വരുന്നുണ്ട്, നമ്മളിവിടെ പറയുന്നില്ല കേട്ടോ. സോ ഇൻവോൾവ് മീനിങ് ഫുൾ സിറ്റുവേഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീനിങ് ഫുൾ സിറ്റുവേഷൻസ് ക്ലാസ് റൂമിൽ ക്രിയേറ്റ് ചെയ്യാം, അതിൽ കുട്ടികളെ ഇൻവോൾവ് ചെയ്യാം. വാട്ട് ഈസ് മീനിങ് ഫുൾ സിറ്റുവേഷൻ? ഹൗ ക്യാൻ വി മേക്ക് മീനിങ് ഫുൾ സിറ്റുവേഷൻ? അതിന് കോമെന്റ് ചെയ്യാൻ പറ്റുമോ? മീനിങ് ഫുൾ സിറ്റുവേഷൻ എന്ത്? മീനിങ് ഫുൾ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇല്ലെങ്കിൽ ഇല്ല പറയൂ, അറിയെങ്കിൽ അറിയും പറഞ്ഞ ആൻസർ പറയും. ഇല്ല സർ, അറിയില്ല. ഓക്കെ, നമ്മള് ഒരു ക്ലാസ് റൂമില് ടീച്ചർ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവന്നിട്ട് 2-3 സ്റ്റുഡൻസിനെ വിളിച്ചിട്ട് നിങ്ങൾ സെല്ലേഴ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ കച്ചവടക്കാരാണ്, കുറച്ച് സ്റ്റുഡൻസിനെ വിളിച്ചിട്ട് നിങ്ങൾ അത് പച്ചക്കറി വാങ്ങാൻ പോകുന്ന കസ്റ്റമേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സിറ്റുവേഷൻ ഉണ്ടാക്കി അവർ പരസ്പരം സംഭാഷണങ്ങൾ ഉണ്ടാക്കാനും പരസ്പരം ആശയവിനിമയം നടത്താനൊക്കെ പറയാം. അതൊരു റിയൽ ലൈക്ക് സിറ്റുവേഷൻ എങ്ങനെ അല്ലെ? സോ ദാറ്റ് ഈസ് കോൾഡ് മീനിങ് ഫുൾ സിറ്റുവേഷൻ. മനസ്സിലായോ? സോ ആക്റ്റീവ് റോൾ പ്ലേ ഒക്കെ പോലെ ആക്റ്റീവ് ലേണിംഗിന്റെ മറ്റൊരു പ്രത്യേകതയാണ് തിങ്ക് ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻസ്. കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യാറോ, ഒരു പ്രോബ്ലം, ഒരു ഇഷ്യൂ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Let them think and find solution. നമ്മൾ കൊടുക്കുന്ന പ്രശ്നത്തിന് അവരെന്ത് ചെയ്യണം? ചിന്തിച്ച് ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തണം. അപ്പോഴാണ് ആക്റ്റീവ് ലേണിംഗ് നടക്കുക. മനസ്സിലായോ? ഒരു ഉദാഹരണം പറയാം. എനിക്ക് ട്രാഫിക് നിയമങ്ങള് പഠിപ്പിക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? ഈ ട്രാഫിക് നിയമങ്ങളൊക്കെ ഓരോ പ്രശ്നങ്ങളാക്കി കുട്ടികളും. അപ്പൊ എന്റെ മുന്നിൽ 4 വരകൾ ഞാൻ കണ്ടു, എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല, എന്നെ സഹായിക്കാമോ? അല്ലെങ്കിൽ എന്റെ മുന്നിൽ എനിക്ക് നടന്നു പോകണം, എങ്ങനെ നടക്കണം, ഏതിലൂടെ നടക്കണം എന്ന് എനിക്ക് അറിയില്ല, വണ്ടി തട്ടരുത്, എന്നെ സഹായിക്കാമോ? സോ ദാറ്റ് ഈസ് എ പ്രോബ്ലം
that is placed before the students, right? അവരെന്ത് ചെയ്യണം, അതിനെ കുറിച്ച് ചിന്തിച്ച്, ഞാനിത് പറയണത് 10ാം ക്ലാസ്സുകാർക്കല്ല കേട്ടോ, ചെറിയ ക്ലാസ്സിൽ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ, ചിന്തിച്ച് അവരത് ചർച്ച ചെയ്ത് അവർ സൊല്യൂഷൻ കണ്ട് ടീച്ചർ മുന്നിൽ പ്രസന്റ് ചെയ്യണം. സോ അവർ അങ്ങനെ പ്രസന്റ് ചെയ്യുന്നതിലൂടെ അവർ പഠിക്കേണ്ടത് എന്തായിരിക്കും? എന്തായിരിക്കും? റോഡ് നിയമങ്ങളല്ലേ പഠിക്കുക. ഹലോ, യെസ് സർ. ആരെങ്കിലും യെസ് സാർ പറയും, എന്നാലേ മുന്നോട്ട് പറ്റുള്ളൂ. Yes, sir. ഓക്കെ. യൂസ് റിയൽ ലൈഫ് ആൻഡ് ഇമാജിനറി സിറ്റുവേഷൻസ്. നമുക്ക് എന്ത് ചെയ്യാം, റിയൽ ലൈഫിനെയും നമ്മൾ ക്ലാസ് റൂം ആക്കിയിട്ട് ആക്ച്വൽ ലേണിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അതിനു വേണ്ടിയാണ് നമ്മൾ ടൂർ പോണതും എക്സ്കർഷൻ പോണതും പിന്നെ അങ്ങനെ സംഭവങ്ങൾ വിസിറ്റ് ചെയ്യണത്, അല്ലെ? പ്ലേസസ് വിസിറ്റ് ചെയ്യും, ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ പോകും, അങ്ങനെ അല്ലാതെ വിസിറ്റ് ചെയ്യാൻ പോണത് റിയൽ ലൈഫ് എന്ന് പഠിക്കാനാണ്. ദെൻ സ്പോണ്ടേനിയസ് പ്ലേ ആണ്, അഥവാ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്ലേ ബിറ്റ്വീൻ the learner and learning. Then focused learning and teaching. Now we have to focus on something while learning. പഠിക്കുന്ന സമയത്ത് ടീച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായ ഫോക്കസ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഫോക്കസ് ചെയ്ത് സ്പോണ്ടേനിയസ് ആയി റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത് ചിന്തിച്ച് സൊല്യൂഷൻസ് കണ്ടെത്തി മീനിങ് ഫുൾ സിറ്റുവേഷനിൽ പങ്കെടുത്ത് എക്സ്പീരിയൻസ് നേടി പഠിക്കുന്നതിനെയാണ് ആക്ച്വലി ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. So you can see two definitions here. But രണ്ടിനും ഒന്നെന്ന് കൊടുത്ത രണ്ട് ഡെഫിനിഷൻ ആണ്. സോ ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ടെക്സ്റ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വേറെയും ഡെഫിനിഷൻസ് കാണാം കേട്ടോ. സോ എനിത്തിങ് ദാറ്റ് ഇൻവോൾവ് സ്റ്റുഡൻസ് ഇൻ ഡൂയിങ് സംതിങ് ആൻഡ് തിങ്കിങ് അബൌട്ട് ദ തിങ്സ് ദേ ആർ ഡൂയിങ്. അപ്പൊ ആക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഇൻവോൾവ് സ്റ്റുഡൻസ്, അല്ലെ? കുട്ടികളെ എന്താ ദാറ്റ് ഇൻവോൾവ് സ്റ്റുഡൻസ് ഇൻ ഡൂയിങ് തിങ്സ്. പല കാര്യങ്ങൾ ചെയ്യാൻ കുട്ടികൾ അതിൽ പ്രാപ്തരാകുന്നു, അത് ഇൻവോൾവ് ആകുന്നു. ആൻഡ് തിങ്കിങ് അബൌട്ട് ദ തിങ്സ് ദേ ആർ ഡൂയിങ്. അവര് എല്ലാത്തിനും ഇൻവോൾവ് ആകുന്നുണ്ട്, അതിനെ കുറിച്ച് അവർ ചിന്തിക്കുകയും ചെയ്യണം. വെറുതെ ചെയ്യരുത്, പാസീവായി ചെയ്യരുത്. കുട്ടികൾ പ്രവർത്തനങ്ങൾ ഇൻവോൾവ് ആകുന്നു, ആ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് കുട്ടികൾ ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ് ആക്ച്വൽ ലേണിംഗ്. ഒന്ന്. രണ്ട്, എനിത്തിങ് കോഴ്സ് റിലേറ്റഡ് ദാറ്റ് ഓൾ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് സെഷൻ ആർ കോൾഡ് അപ്പോൺ ടു ഡു അതർ ദാൻ സിംപ്ലി വാച്ചിങ്. നമ്മൾ ക്ലാസ് റൂമിൽ പലതും ചെയ്യുന്നുണ്ട്, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്, പലതും കാണിച്ചു കൊടുക്കുന്നുണ്ട്, പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ കുട്ടികളെ വിളിക്കുകയാണ്, കുട്ടികളോട് ക്ഷണിക്കുകയാണ്, അവരോട് അത് ചെയ്യാൻ പറയാണ്. അത് എങ്ങനെയാണ്? അതർ ദാൻ സിംപ്ലി വാച്ചിങ്, ലിസണിങ് ആൻഡ് ടേക്കിംഗ് നോട്ട്സ്. അവർ വെറുതെ വാച്ച് ചെയ്ത് കേട്ട് നോട്ട്സ് ചെയ്താൽ പോരാ, അവരെന്ത് ചെയ്യണം? ടീച്ചറുടെ കൂടെ എക്സ്പെരിമെന്റ് ചെയ്യണം, പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമാവണം. അങ്ങനെയുള്ളതിനെയാണ് ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ടീച്ചർ ക്ലാസ് എടുക്കുന്നു, കുട്ടികൾ കേൾക്കുന്നു, അത് പാസീവ് ലേണിംഗ് ആണ്. ടീച്ചർ ഒരു വർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നു, കുട്ടികൾ കാണുന്നു, അതും പാസീവ് ലേണിംഗ് ആണ്. കുട്ടികൾ അത് ചെയ്ത് നോക്കണം, കുട്ടികൾ പറഞ്ഞു നോക്കണം, കുട്ടികൾ എഴുതി നോക്കണം. അപ്പോഴാണ് ആക്റ്റീവ് ലേണിംഗിലേക്ക് എത്തുക. ഓക്കെ. സോ അതിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ആണ്, റൈറ്റ്? ഇത് നിങ്ങൾക്ക് നിർത്തണം എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, നമ്മൾ അവിടെ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും, ബാക്കി അടുത്ത ക്ലാസ് തുടരും. ഇതിൽ പിന്നെ പ്രിൻസിപ്പിൾസും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ടെക്നിക്സും ഒക്കെ ഉണ്ട്. അപ്പൊ സമയത്തിന്റെ ഒരു ഇത് നോക്കിയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അതല്ല നിർത്തണമെങ്കിൽ നിർത്താം. ദാറ്റ് ഇസ് ആസ് യു വിഷ്. എന്തെങ്കിലും അഭിപ്രായം പറയാട്ടോ? ഈ പ്രിൻസിപ്പിൾസ് കഴിഞ്ഞിട്ട് നിർത്തണോ, അതല്ല ഇത് ഫുള്ളും പറയണോ? വാട്ട് ഡു യു തിങ്ക്? കണ്ടിന്യൂ ചെയ്യാം സാർ. ഓക്കെ. ഏതായാലും ഒരു 1 അവറിലേക്കാൾ നിങ്ങളെ പിടിച്ചിട്ടാൻ തൽക്കാലം ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ നിർത്തുട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. സോ പ്രിൻസിപ്പിൾസ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ആണ് ആക്ച്വലി ഇതില്. ഓക്കെ, ഒരു 5 പ്രിൻസിപ്പിൾസ് ഉണ്ട്, അത് പറഞ്ഞപ്പോൾ നിർത്താം. ലേണിംഗ് ഇൻവോൾവ് ദ ആക്റ്റീവ് കൺസ്ട്രക്ഷൻ ഓഫ് മീനിങ് ബൈ ലേണർ ആണ്. പഠനം എന്ന് പറഞ്ഞാല് ആക്റ്റീവ് കൺസ്ട്രക്ഷൻ ഓഫ് മീനിങ് ആണ്. കുട്ടികള് അവർക്ക് പഠിക്കേണ്ടതിന്റെ മീനിങ്ങും അതിന്റെ ആശയവും അതിന്റെ കോണ്ടന്റും അവരെന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ആക്ച്വൽ ലേണിംഗ്. സ്റ്റുഡൻസ് കൺസ്ട്രക്ട് ദെയർ നോളജ് എന്നാണ് കൺസ്ട്രക്റ്റീവ്സത്തിന്റെ ഡെഫിനിഷൻ. സ്റ്റുഡൻസ് കൺസ്ട്രക്ട് ദെയർ നോളജ്, സോ ദേ ഹാവ് ടു കൺസ്ട്രക്ട് ദെയർ നോളജ്. ഓക്കെ. രണ്ടാമത്തത് ലേണിംഗ് ഫാക്ട്സ് ആൻഡ് ലേണിംഗ് ടു ഡു. സത്യങ്ങൾ പഠിക്കണു, ചെയ്യാൻ പഠിക്കുക, ലൈഫിലേക്ക് അവരെ സ്വയം പ്രിപ്പയർ ചെയ്യാണ്. സംതിങ് ആർ 2 ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. അഥവാ ലേണിംഗ് ടു ഡു സംതിങ് ആർ 2 ഡിഫറെന്റ് ആക്ടിവിറ്റീസ് പറയുന്നത്. സോ ലേണിംഗ് ഫാക്ട് ആൻഡ് ലേണിംഗ് ടു ഡു, അതാണ് ഇത് ഹൈലൈറ്റ്, റൈറ്റ്? 3 സംതിങ് ദാറ്റ് ആർ ലേൺഡ് ആർ സ്പെസിഫിക് ടു പർട്ടിക്കുലർ ഡൊമെയിൻ. നമ്മൾ എന്ത് ചെയ്യാണ്? ചില കാര്യങ്ങൾ സ്പെസിഫിക് ടു അഥവാ പർട്ടിക്കുലർ ഡൊമെയിനിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞു നോളജിലേക്കോ
അതല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിലേക്കോ അങ്ങനെ ഏതെങ്കിലും ഡൊമൈനിലേക്ക് പഠിക്കുക എന്നുള്ളതാണ്. ചിലത് അവർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും, ചിലത് അവർക്ക് നോളജ് ആയിരിക്കും, ചിലത് അവർക്കൊരു ഇൻസൈറ്റ് ആയിരിക്കും. അങ്ങനെ പർട്ടിക്കുലർ ഡൊമൈനിലേക്ക് അവർ പഠിച്ചു വരിക എന്നുള്ളതാണ്. സോ കോണ്ടെക്സ്റ്റ് whereas other things are more readily transferred to other domains too. ഒരു ഭാഗത്ത് പഠിച്ചത് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അഥവാ നോളജിലേക്ക് പോയ ഒരു സാധനത്തിനെ അവർക്ക് വേണമെങ്കിൽ എക്സ്പീരിയൻസിലേക്ക് മാറ്റാൻ പറ്റും. കാരണം നമ്മൾ ആദ്യം പഠിക്കുന്നു, പിന്നെ അത് പ്രാവർത്തികമാക്കുന്നു. ഓക്കെ, സോ ഒരു ഭാഗത്ത് പഠിച്ചത് മറ്റൊരു ഭാഗത്തെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നാണ് പറയുന്നത്. 4, ഇൻഡിവിജ്വൽസ് ആർ ലൈക്ലി ടു ലേൺ മോർ വെൻ ദേ ആർ ലേൺ വിത്ത് others than when they learn alone. അഥവാ ഇൻഡിവിജ്വൽസ് ആർ ലൈക്ലി ടു ലേൺ മോർ, കൂടുതൽ ഒരു വ്യക്തി പഠിക്കുക വെച്ചാല് when they learn with others, മറ്റുള്ളവരുടെ കൂടെ പഠിക്കുമ്പോഴാണ്. അതിന് നമ്മൾ കോപ്പറേറ്റീവ് ലേണിംഗ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ് എന്നൊക്കെ പറയും. ഓക്കെ, അഥവാ ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ ഒരു കുട്ടി എപ്പോഴും പഠിക്കുക കൂട്ടമായിരിക്കുമ്പോഴാണ്. ഒരു പ്രവൃത്തി ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും റിസൾട്ട് കിട്ടുക കൂട്ടമായി ചെയ്യുമ്പോഴാണ്. അതിനാണ് കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് എന്നൊക്കെ നമ്മൾ പറയാം. Then last one, meaningful learning is facilitated by articulating explanation, whether to oneself, peer or teachers. So meaningful learning ഇലേക്ക് പോകുമ്പോൾ facilitated by articulating explanation. നമുക്ക് നമ്മുടേതായ എക്സ്പ്ലനേഷൻസ് നമ്മൾ പറഞ്ഞു, നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം, ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റണം. ഇത്തരത്തിലുള്ള കുറെ ഔട്ട്കംസ് നമ്മൾ സ്റ്റുഡൻസിന്റെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതില് സെൽഫ് അസസ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ സെൽഫ് എക്സ്പ്ലനേഷൻ ഉണ്ടാവും, പിയേഴ്സിന്റെ ഉണ്ടാവും, ടീച്ചേഴ്സിന്റെ ഉണ്ടാവും, എല്ലാവരുടെയും ഉണ്ടായിരിക്കും. സോ ദീസ് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ആക്റ്റീവ് ലേണിംഗ്. പിന്നെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ആക്റ്റീവ് ലേണിംഗിന്റെ പ്രിൻസിപ്പിളോട് കൂടി നിർത്തുകയാണ്. പിന്നെ നമുക്ക് അതിന് നാച്ചുറൽ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനുണ്ട്, ടെക്നിക്സ് പഠിക്കാനുണ്ട്, ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, പിന്നെ അങ്ങനെ മുന്നോട്ട് പോകും. സോ എനിവേ ഇന്നത്തെ ഒരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്യാണ്, തൽക്കാലം ഈ ഒരു ടോപ്പിക്കോട് കൂടി അവസാനിപ്പിക്കുകയാണ്. സോ ഇത്രയും നേരം നമ്മുടെ ക്ലാസ്സിൽ ആക്റ്റീവ് ആയിരുന്ന കുറെ സ്റ്റുഡൻസ്, ആക്റ്റീവ് ലേണിംഗ് നടത്തിയ സ്റ്റുഡൻസിന് എപ്പോഴും നമ്മൾ അവരെ ഓർക്കുകയാണ്. ദാറ്റ് മീൻസ് യു ആർ ദ എനർജി ബിഹൈൻഡ് ദ ക്ലാസ്. ഓക്കെ, സോ എനിവേ താങ്ക് യു. ഇത്രയും ആക്റ്റീവ് ആയിരുന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പഠിക്കുക. നമ്മളിപ്പോ ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട ടോപ്പിക് ആക്റ്റീവ് ലേണിംഗ് ആണ്. സോ ആക്റ്റീവ് ലേണിംഗ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ്സിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യണം, നോട്ട്സ് എഴുതണം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ആൻഡ് ഡു എവറിത്തിങ് ദാറ്റ് ഈസ് ഫേവറബിൾ ആൻഡ് ബെനിഫിഷ്യൽ ഫോർ യു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ആക്റ്റീവ് ലേണിംഗ് നടത്തുക. ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.